കെ.എം. ഷാജിയാണ് മന്ത്രി കൂടിയായിട്ടുള്ള കെ.എം. ഷാജി ലീഗിന്റെ ഏറ്റവും ശക്തനായ യുവ നേതാവ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കെ.എം. ഷാജി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ എൻ ശക്തൻ. എൻ ശക്തൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എൻ ശക്തൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിജയിച്ച് കയറിയ എൻ ശക്തൻ 5ാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. 1982 കോവളത്ത് നിന്ന് സ്വതന്ത്രനായി തുടങ്ങിയ യാത്രയാണ് എൻ ശക്തനെ 5ാം തവണയും നിയമസഭയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അടുത്തതായി ഷാനിമോൾ ഉസ്മാൻ ആണ് സഭയെ, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അഭാവത്തിൽ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിൽ ആണ് ഷാനിമോൾ ഉസ്മാൻ സത്യവാചകം ചൊല്ലുന്നത്. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ NDAയും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. അടുത്തതായി മന്ത്രി കൂടിയായിട്ടുള്ള ഷിബു ബേബി ജോൺ ആണ്. ചവറയിൽ നിന്ന് ആണ്. 3ാമത്തെ വിജയമാണ്. RSPയുടെ സംസ്ഥാന സെക്രട്ടറി. I, Shibu Baby John, having been elected a member of the Legislative Assembly, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ഇംഗ്ലീഷിലാണ് ഷിബു ബേബി ജോൺ സത്യവാചകം ചൊല്ലുന്നത്. 2001 മുതൽ മത്സരരംഗത്തുണ്ട്. 2001-2011 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. 2006, 16, 21 വർഷങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തു. നേരത്തെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചാണ് എത്തിയത്. ഒരു അന്ധവിശ്വാസമെങ്കിലും ഇല്ലാതാകുന്നുവെങ്കിലാകട്ടെ എന്നതായിരുന്നു അതിന് ഷിബു ബേബി ജോൺ പിന്നീട് നൽകിയ പ്രതികരണം.
ഷിബു തെക്കുംപുറം എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഷിബു തെക്കുംപുറം ഇത്തവണ നിയമസഭയിലേക്ക് എത്തുമ്പോൾ കോതമംഗലത്ത് നിന്നാണ് ഷിബു തെക്കുംപുറം വിജയിച്ചു കയറുന്നത്. ആദ്യമായി സഭയിലേക്ക് എത്തുന്നു. തുടർച്ചയായി മത്സരരംഗത്ത് ഉണ്ടായിരുന്നു ഇത്തവണ. അടുത്തത് മന്ത്രി കൂടിയായിട്ടുള്ള ടി സിദ്ദിഖാണ്. കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ടി സിദ്ദിഖ് സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുന്നു. കൽപ്പറ്റയിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ്. ഇതിപ്പോൾ തുടർച്ചയായ രണ്ടാമത്തെ വിജയം ആണ് എന്നതാണ്. 45,000 നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കൽപ്പറ്റയിൽ നിന്ന് വിജയിച്ചു കയറി ഇപ്പോൾ മന്ത്രിപദം അലങ്കരിക്കുന്ന ടി സിദ്ദിഖ് ആണ് സത്യവാചകം ചൊല്ലിയത്. ടി സിദ്ദിഖിന് ശേഷം ഇനി വി ടി സൂരജ് ആണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ബാലുശ്ശേരിയിൽ നിന്നുള്ള അംഗമാണ്. സഭയിലെ പ്രായം കുറഞ്ഞ അംഗം കൂടിയാണ്. 30 വയസ്സുള്ള വി ടി സൂരജ് ഇത്തവണ സഭയിലെ ബേബി എന്ന് തന്നെ പറയാവുന്ന അംഗം ആണ്. 16,980 വോട്ടുകൾക്കാണ് ബാലുശ്ശേരിയിൽ നിന്ന് വിജയിച്ചു കയറിയത്. സച്ചിൻ ദേവിനെയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. നേരത്തെ സച്ചിൻ ദേവും പ്രായം കുറഞ്ഞ അംഗം ആയിരുന്നു. ഇപ്പോഴിതാ വി ടി സൂരജ്. വി ടി സൂരജ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വി ടി സൂരജ് MLA ആയി സത്യവാചകം ചൊല്ലിയിരിക്കുന്നു. ഈ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് വി ടി സൂരജ്. 30 വയസ്സാണ് വി ടി സൂരജിന്റെ പ്രായം. ജി സ്റ്റീഫൻ ആണ്. അരുവിക്കരയിൽ നിന്നുള്ള സ്റ്റീഫൻ ആണ്. CPIMന്റെ ജി സ്റ്റീഫൻ അടുത്തതായി സത്യവാചകം ചൊല്ലുകയാണ്. തുടർച്ചയായ രണ്ടാം ജയം ആണ് ഇപ്പോൾ സ്റ്റീഫനെയും തേടിയെത്തിയിട്ടുള്ളത്. 2,843 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആണ് സ്റ്റീഫൻ വിജയിച്ചു കയറിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.